പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ ദിവസം ഒരു വലിയ അനുഗ്രഹമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ആത്മീയമായിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവം വിശ്വാസികളായിരിക്കുന്ന സകല മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാൻ, വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെതായിരിക്കുന്ന വഴിയിൽ ജീവിത യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ ലോകത്തിൽ ചില ആളുകൾ പിറുപിറുത്തു, ചില ആളുകൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ചു, ദൈവവചനത്തിന് വിരോധമായി സംസാരിച്ചു. മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് മരുഭൂമി യാത്രയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ജനം തിരിപ്പിറുപിറു. എന്നാൽ പലരും മരുഭൂമിയിൽ പെട്ടുപോയി. വിശ്വാസത്തോടെ വാഗ്ദത്തം പ്രാപിക്കുവാനായിട്ട് ചുവടുകൾ വെച്ച ഒരു പുതിയ തലമുറ വാഗ്ദത്ത ദേശം കൈവശമാക്കി. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആത്മീയ യാത്രയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവം ഒരിക്കലും സുഖകരവും സന്തോഷകരവുമല്ല. അവിടെ പിറുപിറുപ്പിനുള്ള വകയുണ്ടാകാം. അവിടെ ചെങ്കടൽ പോലെയുള്ള തടസ്സം മുൻപിൽ നിൽക്കാം. കൈപ്പേറിയ നീരുറവയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം. വെള്ളമില്ലാത്ത, ദാഹിച്ച, വരൾച്ചയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാം. പക്ഷേ കർത്താവായ യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിൽ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തുവിനെ അനുഗമിച്ചുള്ള മരുഭൂമിയുടെ യാത്രയിൽ നാം ഓരോരുത്തരും തനിച്ചല്ല. ചിലർ ചിന്തിക്കാം, എൻ്റെ മുൻപിൽ ചെങ്കടൽ പോലെയുള്ള തടസ്സമാണ്, ഞാൻ എന്തു ചെയ്യും, ഞാൻ തനിച്ചാണല്ലോ കർത്താവേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. ആ യേശു നിങ്ങളെ ചെങ്കടൽ പോലെയുള്ള തടസ്സങ്ങളെ വെള്ളത്തെ വിഭാഗിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിയ ആ വലിയവനായ ദൈവം, ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നടത്തിയതുപോലെ യേശു നിങ്ങളെ മുൻപോട്ട് നടത്താൻ മതിയായവനാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നാം തനിച്ചല്ല. മരുഭൂമിയുടെ അനുഭവത്തിനകത്ത് കൈപ്പേറിയ വെള്ളം കാണാം. എന്നാൽ കർത്താവിൽ ആയിരിക്കുമ്പോൾ കാൽവറിയുടെ കുലത്തളത്തിൽ നമുക്ക് പകരമായി മരിച്ച, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു താമസം കൂടാതെ വേഗം വരും. ആ യേശു നമ്മളോട് കൂടെ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. പൗലോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ നിങ്ങളിലിരിക്കുന്നു. ആമേൻ. നാം തനിച്ചല്ല. ഒത്തിരി പ്രതിസന്ധികളിൽ, ജീവിത വിഷയങ്ങളിൽ വളരെ ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒത്തിരി ആവശ്യങ്ങളുടെ നടുവിലും നിങ്ങൾ വളരെയധികം ഭാരത്തോടെയാണെങ്കിലും എന്നറിയുക, യേശു നിങ്ങളോട് കൂടെയുണ്ട്. യേശു നിങ്ങൾക്കായി വഴി തുറക്കും. യേശു നിങ്ങളെ മുൻപോട്ട് നടത്തും. ആത്മീയ മരുഭൂമിയുടെ ജീവിതയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, യേശു നിങ്ങളോട് കൂടെ ഉണ്ട്. God bless you. ആമേൻ.